വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. ഇപ്പോൾ കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധി നേരത്തെ സംസാരിച്ചിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. വിപിൻ സി വിജയനുണ്ട് വയനാട്ടിൽ നിന്നിപ്പോൾ. വിപിൻ, ഈ മാനന്തവാടിയിലെ പരിപാടി കഴിഞ്ഞ് അടുത്ത് എവിടെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണമുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? വിപിൻ, കേൾക്കാമെങ്കിൽ ഈ മാനന്തവാടിയിലെ പര്യടനം കഴിഞ്ഞ് ഇപ്പോൾ എവിടെയാണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത് വിപിൻ? ഈ നന്ദി പര്യടനത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് കൽപ്പറ്റയിലേത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് കൽപ്പറ്റയിലേക്ക് വരുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയാണ് കൽപ്പറ്റയിൽ വെച്ച്. നമ്മളിപ്പോൾ ആ സദസ്സാണ് കാണുന്നത്. എല്ലാവരും തന്നെ അക്ഷമയോടെ പ്രിയങ്ക ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം അവർ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ കൽപ്പറ്റയിൽ അവർ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളെ കാണുമ്പോൾ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലവിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അവർ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ കുറിച്ച് സുൽത്താൻ ബത്തേരിയിൽ സംസാരിച്ചു. സുൽത്താൻ ബത്തേരിയിൽ അവർ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കാണുന്നതിൽ വലിയ വിഷമമുണ്ട്. 4 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വലിയ ദുരന്തം നടന്നിട്ട്, എന്നിട്ടും ഒരു സഹായവും ഈ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ വയനാടിനൊപ്പം താൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഈ 2 ദിവസം നടന്നിട്ടുള്ള എല്ലാ പര്യടനങ്ങളിലും അവർ പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും നന്ദി പറയാൻ വേണ്ടി പ്രിയങ്ക എത്തി. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഇന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് എത്തുന്നത്. ഇന്നലെ കൽപ്പറ്റയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ അപകടം ഇതിൽ വലിയ അപകടം പറ്റിയ ആളുകളും ഈ മാർച്ചിൽ സംഘർഷത്തിൽ വലിയ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾ ഇവിടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടി പ്രിയങ്ക പോകുമോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നു. 4 മണിയോട് കൂടിയാണ് തിരിച്ചുള്ള ഫ്ലൈറ്റ്. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലെ ഈ പരിപാടിയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരും. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.